ഓർമ്മ അടിമുടി നോസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു വാക്കാണ്. നമുക്ക് വേണ്ട വിവരങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്ത് അത് സൂക്ഷിച്ചു വെച്ച് ആവശ്യമുള്ളപ്പോൾ തിരികെ നൽകുന്ന ബ്രെയിനിൻ്റെ ഒരു രീതിയാണിതെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മളൊക്കെ കരുതും പോലെ അങ്ങനെ ഒരു നിസാരനല്ല ഈ ഓർമ്മ. അത് മനുഷ്യ മനസ്സിൻ്റെ ഇന്ന് വരെ പിടിതരാത്ത അതുല്യമായ ഒരു ടെക്നിക്കാണെന്നാണ് മനുഷ്യബുദ്ധിയെയും ഓർമ്മയെയും പറ്റി പഠിക്കുന്ന സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ബാരൻ ഹോൾസ് പറയുന്നത്. ഉദാഹരണത്തിന്, എൻ്റെ അമ്മ എങ്ങനെയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ എവിടെയായിരുന്നു എന്നെല്ലാം നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉടനെ അമ്മയുടെ മുഖം അല്ലെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു ബീച്ചിലെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ കൺമുമ്പിലേക്ക് എന്ന പോലെ തെളിഞ്ഞു വരും. നമ്മൾ ഓർമ്മിക്കുമ്പോഴൊക്കെ നമ്മുടെ വെളിപ്പുറത്തെത്തുന്ന പോലെ അതേപോലെ ഇവയെല്ലാം നമ്മൾ തിരിച്ചെടുക്കുകയാണെന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിട്ടുള്ളത്. പക്ഷേ ബാരൻ ഹോൾസ് പറയുന്നത് ഇതൊരു തെറ്റിദ്ധാരണയാണെന്നാണ്. നമുക്ക് ഒരു എൻജിൻ പോലെ പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് വേണ്ട ഓർമ്മ സൃഷ്ടിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചാൽ ആ സംവിധാനമാണ് നമുക്ക് അമ്മയുടെ ചിത്രം മനസ്സിലുണ്ടാക്കി തരുന്നത്. അതായത് മനസ്സിൻ്റെ വിഷ്വൽ ഇമേജറി സിസ്റ്റം നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ അമ്മയുടെ ഒരു ചിത്രം തത്സമയം നിർമ്മിച്ച് അന്നേരം തന്നെ നമ്മുടെ കൺമുമ്പിലേക്ക് തരികയാണ്. അല്ലാതെ വീണ്ടെടുക്കാനായി അങ്ങനെ ഒരു ചിത്രം നമ്മുടെ ബ്രെയിനിൽ അതുവരെ ഉണ്ടായിട്ടേ ഇല്ലെന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നു. ഒന്നുകൂടെ സിമ്പിളാക്കിയ, നമ്മൾ അമ്മയെ ഓർത്തെടുക്കുന്ന ആ ഒരു പശ്ചാത്തലം, അന്നേരമുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു വൈകാരികത, ഓർമ്മയിലൂടെ അമ്മയെ നമുക്ക് എങ്ങനെ കാണണമെന്നുള്ള ആ ഒരു വിവരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ബ്രെയിൻ ചിത്രങ്ങൾ മനസ്സിൻ്റെ കണ്ണിൽ തെളിയിച്ചു തരിക എന്നൊരു പുതിയ വ്യാഖ്യാനമാണ് അദ്ദേഹം നൽകുന്നത്. ഓർമ്മകൾ വെറും മിഥ്യാധാരണകളാണെന്നല്ല കേട്ടോ. വേണമെന്ന് തോന്നുമ്പോഴൊക്കെ സൃഷ്ടിച്ചെടുക്കാനുള്ള മനസ്സിൻ്റെ ഒരു അതുല്യമായ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കഴിവാണെന്നാണ് അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്നത്. അതായത് നമ്മൾ അമ്മയെ മനസ്സിൽ കാണുന്നത് ചിലപ്പോൾ നമ്മുടെ നേരെ നോക്കുന്ന പോലെ ആയിരിക്കാം, ചിലപ്പോൾ അമ്മയുടെ ഒരു വശമാകാം, ചിലപ്പോൾ അമ്മ ഭക്ഷണം വാരിത്തരുന്നൊരു കാഴ്ചയാകാം, തുണി മടക്കുന്നതാകാം. അങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ ഫ്ലെക്സിബിളായിട്ട് അമ്മയെ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്, ഇല്ലേ? ഏതായാലും ബാരൻ ഹോൾസിൻ്റെ ഈ ആശയം വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. പ്രത്യേകിച്ച് ഡാറ്റ സ്റ്റോറേജ്, അതായത് റിട്രീവ് ആൻഡ് ജനറേറ്റീവ് ഏരിയകളിൽ. ആദ്യകാല AI സിസ്റ്റങ്ങൾ വലിയ ഡാറ്റാബേസുകളിൽ നിന്ന് കാര്യങ്ങൾ തിരികെ കൊണ്ടുവരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള LLM അഥവാ വലിയ ഭാഷാ മോഡലുകളും മറ്റു പുതിയ AI സാങ്കേതിക വിദ്യകളും ബാരൻ ഹോൾസ് പറഞ്ഞ മനുഷ്യൻ്റെ ഓർമ്മ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന വിവരത്തെ അടിസ്ഥാനമാക്കി പുതിയ ഉത്തരം അല്ലെങ്കിൽ ചിത്രം അല്ലെങ്കിൽ കോഡ് തത്സമയം സൃഷ്ടിക്കുന്നു. ഈ കഴിവാണ് അവയെ പവർഫുൾ ആക്കുന്നതും ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആക്കുന്നതും. ഡാറ്റ വലിയ തോതിൽ ലഭ്യമായ ഈ ലോകത്ത് മനുഷ്യൻ്റെയും AIയുടെയും ബുദ്ധിയുടെയും ഭാവി തീർച്ചയായും എത്രമാത്രം പുതിയത് സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതിലാണെന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല, അല്ലേ?